നമസ്കാരം. ഞാൻ ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാമെന്ന് വെച്ചിട്ട് അത് ഞാൻ പറയണോ പറയണ്ടെന്ന് 2-3 തവണ ആലോചിച്ചു. കാരണം അത് രാഷ്ട്രീയമായിട്ട് ചിത്രീകരിച്ചാലോ എന്നൊരു ഇതുണ്ട്. പക്ഷെ പറയണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എൻ്റെ വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണ്, എന്നാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. കാണേണ്ടവർ കാണട്ടെ. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പല ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നിഷ്പക്ഷമായ നിലപാടുള്ള ആളുകളുണ്ടാവും. രാഷ്ട്രീയപരമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നല്ലതിനെ എടുക്കുന്ന ആൾക്കാരും വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഞാനിവിടെ മാസത്തിൽ 1-2-3 തവണ സമയം കിട്ടുമ്പോഴൊക്കെ വരുന്നൊരു അമ്പലമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. എൻ്റെ വീട് കുന്നംകുളമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനകത്താണ്. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് കൊടുങ്ങല്ലൂർ ഞാൻ സ്റ്റേ ആയിരുന്നു കേട്ടോ. കൊടുങ്ങല്ലൂർ എനിക്ക് സ്റ്റേ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനുണ്ടെന്ന് 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടുന്നാണ് ജോയിൻ ചെയ്തത്. അപ്പം അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ വൈകിട്ട് അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ വന്നിട്ട് അപ്പോൾ ഞാൻ കാർ എടുക്കാൻ വരുന്ന വഴിക്കാണ് അവരെന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ചോദിച്ചു, എവിടെ ചോദിച്ചു പറഞ്ഞു. ഞാനിങ്ങനെ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ പറഞ്ഞു. ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എൻ്റെ കാറിൽ വന്നിരുന്ന്, അത്രയും സമയം പോണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഫോണിൻ്റെ ഹോൾഡറിൽ വെച്ച് ഞാൻ വീഡിയോസ് യൂട്യൂബ് നോക്കിയപ്പോൾ അതിൽ ഞാൻ കണ്ടത് മറുനാടൻ മലയാളി ചാനലിൻ്റെ, അത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്, ഷാജൻ സ്കറിയുടെ വീഡിയോസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണ ശൈലിയും പിന്നെ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സ്ഥിരമായിട്ട് കാണുന്നത് രാഷ്ട്രീയത്തിൻ്റെ കാര്യമില്ല ഞാൻ പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള വീഡിയോസ് കണ്ടിരുന്നു. അഡ്വക്കേറ്റ് കെ ജയശങ്കറിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഞാനൊരു CPM ബിരുദനാണെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ ചില ആളുകളുടെ ഇത് വളരെ അധികം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് നായനാരാണ്. അതുകൊണ്ടും പറയാനുള്ളത് ഇതിനിടയ്ക്ക് EK നായനാരാണ്. വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് CH മേനോനും ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തീർക്കാം. കാരണം ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ട, കേട്ടില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഞാൻ എന്നിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു ജീപ്പ് കിടക്കുന്നുണ്ട്, എൻ്റെ തൊട്ടടുത്ത് ഒരു ജീപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിൽ 2 പേരിരിക്കുന്നുണ്ട്. ബാക്കിലുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല സമയം വരെ. അപ്പം ഞാനിങ്ങനെ ഷാജൻ സ്കറിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ജീപ്പിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കി, അതായത് എൻ്റെ മൊബൈലിലോട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ എന്താ ചേട്ടാ ചോദിച്ചോട്ടനെ ആളിനോട് പറഞ്ഞത്, ഇമാതിരി ഡാഷ് വീഡിയോസാണ് അവിടെ ഡാഷ് ഇരുന്ന് കാണുന്നത്. ഞാൻ എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞത് ഇതേപോലുള്ള കുറേ ഡാഷുകൾ ഓരോ മറ്റോടത്തെ ചാനലും തുടങ്ങി വെച്ച്, ഇതൊക്കെ തെറിയാണ്, നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇടത്തെ ചാനലും തുറന്നു വെച്ച് ഇതുവരെ കുറേ നുണപ്രചരണങ്ങൾ അടിച്ചു വിടുന്നുണ്ട്. VD സതീശനെ മഹാനാക്കാൻ. അമ്മാതിരി വീഡിയോ കാണാൻ നിന്നെ പോലെ കുറേ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, ഞാൻ എൻ്റെ കാറിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ കാണുന്ന വീഡിയോ തനിക്കെന്താ പ്രശ്നം എന്ന് വെച്ചു. അത് പബ്ലിക് ഡൊമൈനിലിരിക്കുന്ന ഒരു സംഭവം ഞാൻ കാണുന്നില്ല, തനിക്കെന്താ പ്രശ്നം എന്ന് വെച്ചു. പറഞ്ഞു എന്നെ പോലത്തെ കുറേ ഉളകളാണ്, എന്താണ് എന്തൊക്കെയോ തെറിയാണ്, പച്ചതെറി. ഞാൻ ആലോചിക്കുന്നത് ഇത്രയും അസഹിഷ്ണുതയുള്ള ആളുകളാണോ ഈ CPM-നും DYFI-യുടെ ആൾക്കാർ? അത് ഞാൻ CPM DYFI എന്ന് പറയാൻ കാരണം ആ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന അരിവാൾ ചുറ്റിയ നക്ഷത്രം, റെഡ് കളറിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം തൂക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും അവർ CPM-നും DYFI-യുടെ ആളുകളാണ്. അവരുടെ ആ ഒരു സംസാരിക്കും തെറി എന്ന് പറഞ്ഞാൽ അമ്മാരി തെറി. അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്, അമ്പലത്തേക്ക് തൊഴാൻ വന്ന ആൾക്കാരുമാണ്. തെറി, ഞാനിങ്ങനെ കുറേ തെറി. ഞാൻ പറഞ്ഞ അപ്പം ഞാൻ ഇപ്പോൾ കാറിലേക്കാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞു തൻ്റെ പ്രശ്നം എന്താ ചോദിച്ചു, തൻ്റെ കുഴപ്പം എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാറിൽ നിന്നിട്ട് അവിടെ കാണുന്നത്, എനിക്കെന്താ വിഷയം, തനിക്ക് തെറി വിളിക്കേണ്ട കാര്യം എന്താ ചോദിച്ചു. അപ്പോൾ എന്നോട് പറയുന്നത് ഇതുപോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കും. ഞാൻ പറഞ്ഞു തെറ്റിദ്ധരിക്കണോ വേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ്. ആ വീഡിയോ കാണണോ കാണണ്ടേ തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് മറുനാടൻ മലയാളി എന്ന ചാനലിനെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ, അല്ല ഷാജൻ സ്കറിയ പറയുന്നത് നുണയാണ് എന്ന് നിങ്ങൾക്ക് ആക്ഷേപം, നിങ്ങൾക്ക് അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കൂ, ഫൈറ്റ് ചെയ്യൂ. അല്ലാതെ ഇത് കാണാൻ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ആളെ വ്യൂവേഴ്സ് നോക്കുക, എത്ര വ്യൂവേഴ്സ് ഉണ്ട്. ഇത്തരം വ്യൂവേഴ്സിനൊക്കെ നിങ്ങൾ കയറി തെറി വിളിക്കുമോ? ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഞങ്ങളെ എതിർക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ തെറ്റിനെ എതിർക്ക്. അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ ഞാൻ എന്ത് കാണണം, ഞാൻ എന്ത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുള്ളതല്ലേ, മനസ്സിലായില്ലേ? അപ്പം ഇതൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു ബസ്, ഇവിടുത്തെ ലോക്കൽ ബസ്സാണ് തോന്നുന്നു.
ആ ബസ്സിൽ നിന്ന് 2 ആൾ വന്നു. ആ ഡ്രൈവറും കണ്ടക്ടറാണ്. ഡ്രൈവറാണ്, കാരണം കാക്കിയായിരുന്നു. കണ്ടക്ടറാണ് തോന്നുന്നു, ആ ബസ്സിൽ ജീവനക്കാരനാണ്. 2 പേരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. തെറിയാണല്ലോ, ഞാനല്ല അവര് ചോദിച്ചു. എടുത്തേക്കാണ് ചേട്ടാ, ഇതാണ് പ്രശ്നം, ഞാൻ എൻ്റെ കാറിൽ നിന്നിട്ടൊരു വീഡിയോ കാണും. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന CM-ന്റെ പറവൂര് വളരെ അടുത്തുള്ള സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവരോടും കുറേ ഡാഷ് ചാനലുകളുണ്ട്, അതിൽ കുറേ ഡാഷ് മോനുണ്ട്, ഇരുന്നിട്ട് കുറേ നുണകൾ പറയും. അതുപോലെ കേട്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രൈവറും പറഞ്ഞു, അയാൾ എന്ത് കാണുന്നത്, താൻ തൻ്റെ വണ്ടിയിൽ നിന്നിട്ടൊന്നുമല്ലോ കണ്ടത്, അല്ല ഇയാൾ തൻ്റെ വണ്ടിയിൽ നിന്നത്, അയാളെ വണ്ടിയിൽ നിന്ന്, തനിക്കെന്താ പ്രശ്നം, അയാൾ എന്തെങ്കിലും കണ്ടോട്ടെ, നീ ഇവിടെ വന്നിട്ട് വല്ല എന്താണ് റോളറക്കാൻ നിൽക്കലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ രീതിയിൽ അവർ സംസാരിച്ചു തുടങ്ങി. എന്നോട് പറഞ്ഞു, സാറ് വണ്ടിയിൽ കയറിക്കും സാറ് പറഞ്ഞത് ഇവരെന്ത് തേങ്ങയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ബസ്സുണ്ട്, ആ ബസ് ഞാൻ എപ്പോഴാണ് കണ്ടത്, ആ ബസ്സിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വന്നു. അവസാനം ഈ 3 പിള്ളേർക്ക് അടി കിട്ടുന്ന നിലയ്ക്കെത്തി. ഇവര് വെറുതെ തെറിയാണ് പറയുന്നത്, ഇവര് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ആൾക്കാർ കൂടി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഇവരെന്നെ അവസാനം കൈ വെക്കും എന്നുള്ള എന്നോട് പറഞ്ഞു, സാറ് പോലീസിനെ വിളിക്കുക. ഞാൻ പറഞ്ഞു എന്തിനായിരുന്നു, കാരണം ഞാൻ പോലീസിനെ വിളിച്ച് എനിക്ക് പോകണം, എനിക്ക് ജോലിക്ക് പോകണം. പിന്നെ അതിന് വേണ്ടി ഒന്നത് ഈ ഒരു വർത്താനം അവിടെ നിന്ന്, കാരണം അവർക്ക് കാര്യം മനസ്സിലായി. കാരണം ഗ്രൗണ്ട് സപ്പോർട്ട് CPM-ന് ഇല്ല എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് സമയത്ത് മനസ്സിലായി. ഒരാൾ പോലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം അവർ പറയുന്നത് വളരെ മോശം. ഞാൻ ചിന്തിച്ച കാര്യം എന്താ വെച്ചെങ്കിൽ, നാട്ടുകാരുടെ നന്ദിയും പറഞ്ഞു, ഞാൻ അവിടെ തന്നെ ഇരുന്നു, ഞാൻ ആ വീഡിയോസ് കണ്ടു. അതിനുശേഷം മുന്നേ കണ്ടിട്ടുള്ള അവർ ജീപ്പെടുത്ത് പോയിട്ടോ, അവർ പിന്നോട് ഇന്നലെ ജീപ്പെടുത്ത് പോയി. ഞാൻ K ജയശങ്കറിനായിട്ടുള്ള ഒരു വലിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോ മുഴുവനാക്കി ഇരുന്നിട്ട് ഇവർ പിന്നെ എന്നോട് വന്നിട്ട് എവിടെ കാര്യം ചോദിച്ചു, ഞാൻ കുന്നോളാണ്. അപ്പോൾ അവരും പറഞ്ഞു, ഈ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാ, മനസ്സിലായില്ലേ, അയാൾ പറവൂരാണ് ആ ഡ്രൈവറുടെ വീട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാ, പറവൂരുകാരനാ. പാർട്ടി ലെവലിൽ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അയാളിനോട് പേര് പറഞ്ഞു, പക്ഷെ ഞാൻ അത് പറയില്ല, പേര് പറയുന്നില്ല, ഇനി അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ട. അയാൾ പറഞ്ഞു, ഞാൻ പറവൂരുകാരനാണ്, ചേട്ടൻ വേണമെങ്കിൽ എൻ്റെ പേര് പറഞ്ഞോ, അതൊന്നും വിഷയമുള്ള കേസ്, കംപ്ലൈൻറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ കേസ് ഞാൻ സ്റ്റേഷനിലൊന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഈ പാർട്ടി എന്നൊരു കോപ്പ് ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നോട് പറഞ്ഞതാണ്, പറവൂരൊക്കെ ഒരു കാലത്ത് അയാളുടെ അച്ഛൻ്റെ കാലത്ത് പറവൂരൊക്കെ CPM-ന്റെ കോട്ടയായിരുന്നു. ടൈസൺ മാഷ് വരെ നിന്നിട്ട് ജയിച്ചില്ല എങ്കിൽ അത് വി ഡി സതീശൻ എന്ന ഒരാളുടെ കഴിവുകൊണ്ട് തന്നെയാണ്, അല്ല കോൺഗ്രസിൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. അയാളൊന്നുമില്ലെങ്കിൽ അത്രയും CPM-ന്റെ കോട്ട ഇത്രയും കൊല്ലമായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, കോൺഗ്രസ്സുകാരനൊന്നല്ല. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടനതുപോലെ വല്ലതും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയാളിനോട് പറയാൻ എന്താ വെച്ചെങ്കിൽ, ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കണത്, അല്ലത് പാർട്ടി നിർത്തി കമത്തി വന്നിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ ആദർശം ഞാൻ പറയുന്നത്, ചേട്ടൻ കേട്ടാന്ന്. ആ ഡ്രൈവർ എന്നോട് വന്നിട്ട് ഞാൻ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, നല്ല CPM-കാർ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ, മനസ്സിലായില്ലേ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇന്നുണ്ട്. അപ്പം ഞാൻ പറയാം, എനിക്കിഷ്ടപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് A.K. നായനാർ, C. അച്യുതമേനോൻ, ഇവരൊക്കെ എനിക്കിഷ്ടപ്പെട്ട ആളുകളാണ്. EMS, ഉമ്മൻചാണ്ടി, ഇവരൊക്കെ എനിക്കിഷ്ടപ്പെട്ട മുഖ്യമന്ത്രിമാരാണ്, മനസ്സിലായില്ലേ. വ്യക്തിപ്രഭാവത്തിലാണെങ്കിലും അവരുടെ പ്രവൃത്തിയിലാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട വ്യക്തികളാണ്. അപ്പം അത്തരം വ്യക്തികളുടെ ഇഷ്ടപ്പെടുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശമാണെന്നോ, എനിക്ക് കോൺഗ്രസ് ആദർശമാണെന്നോ, ഒരു BJP ആദർശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് കയറി വന്നിട്ട് ഞാൻ എന്ത് കാണണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇവർക്ക് ആര് കൊടുത്തേ? ഇത്രയും അസഹിഷ്ണുത എന്തിനാണെന്നേ. അവർ 10 കൊല്ലം ചെയ്ത് അവർ തോറ്റു, ജനങ്ങൾ തോൽപ്പിച്ചു. പിന്നെ അതിൻ്റെ ഒരു അസഹിഷ്ണുത, ഈ വെറിമൂത്ത തെറി എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഇനി ഞാൻ ഒരു കാര്യം പറയാം, രാഷ്ട്രീയം തന്നെ പറയാം. കാരണം ഇപ്പോൾ വി ഡി സതീശൻ്റെ ഒരു മന്ത്രിസഭ ഭരണത്തിൽ കയറിയിട്ട് ഇത്രയും 2-2.5 മാസമായി. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഈ പ്രതിപക്ഷത്തിനെ അവതരിപ്പിച്ചിട്ട് നിയമസഭയിലോ നിയമസഭയുടെ പുറത്തോ അവതരിപ്പിച്ച് ഒരു കാര്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ്, അവതരിപ്പിച്ച് വിജയിപ്പിക്കാനോ അതിനെതിരെ ഒരു ജനശബ്ദം ഉണ്ടാക്കാനോ അവർക്ക് സാധിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടിയെ, ഒരു കേഡർ പാർട്ടിയാണ് ഞാൻ പറയുന്നതെന്ന് ആലോചിക്കണം, അവർക്ക് സാധിച്ചിട്ടില്ല. അത് വലിയൊരു പരാജയമല്ലേ. പറയണതെല്ലാം തെറ്റി, ഓരോ പൊട്ടത്തരങ്ങൾ. അത് മാത്രമല്ല, ഇവര് ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചെങ്കിൽ, സംസാരിക്കേണ്ട കാര്യങ്ങൾ ഒരു പ്രതിപക്ഷം സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം വിടുക.
എവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റും, എവിടെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഈ കാര്യങ്ങൾ മാത്രമാണ് ആലോചിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ജനങ്ങളുടെ ചിന്ത അങ്ങനെയല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആൾ പ്രതിപക്ഷത്ത് വരുമ്പോൾ വളരെ ശക്തമായിട്ട് നിൽക്കേണ്ട ഒരു പാർട്ടിയാണെന്ന് ചിന്തിക്കുന്ന ഒരു വിവാദത്തിൽ പെട്ട ഒരാളാണ് ഞാൻ. ആ ആളുകൾ ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിലോട്ട് വളരെ വിഷമമുള്ള കാര്യമാണ്. ഒരു പാർട്ടി ഇല്ലാതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാൻ കാരണം ഇതുപോലെ ആളുകളാണ്. അല്ല, ഞാനിപ്പോൾ പിണറായി വിജയനെയോ മറ്റുള്ളവരെയോ നല്ല കുറ്റം പറയുന്നത്, ഇതുപോലെ കുറേ ആളുകളുണ്ട്. ഇവരാണ് ഈ പാർട്ടീനെ, അതായത് പൊതുസമൂഹത്തിന് മറ്റുള്ളവർ ഇപ്പോൾ ഇവിടെ കൂടി ഇന്നലെ ആ പരിപാടിക്ക് കൂടി എത്ര പേരുണ്ടാവും. അവരെല്ലാവരും എന്തായാലും സംസാരിക്കുക, ഇവരെ കുറ്റം പറയല്ലേ സംസാരിക്കുക, ഇവരുടെ കുടുംബത്തിൽ പോയിട്ട് അതൊരു 100 പേരിലേക്ക് സ്പ്രെഡ് ആവും, അതൊരു 1000 പേരിലേക്ക് സ്പ്രെഡ് ആവും. ഈ സ്പ്രെഡാണ് ആ പാർട്ടിയെ നശിപ്പിക്കുന്നത്. ഇതുപോലുള്ള പ്രവർത്തകർ എന്ത് കാര്യത്തിന്? അത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. എനിക്കെൻ്റെ ഒരു അനുഭവമാണ് അത്. എല്ലാ CPM-കാരും എല്ലാ DYFIക്കാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. വളരെ നല്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലോട്ട് രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, എനിക്ക് എല്ലാ പാർട്ടിലും ഒരുപാട് നല്ല സുഹൃത്തുക്കളുടെ കാരണം എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് പിന്നെ അവർക്കൊരു വിഷമം തോന്നുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്, മനസ്സിലായില്ലേ? എനിക്ക് എൻ്റേതായ ആദർശമുണ്ട്. പക്ഷെ അതൊരു കോൺഗ്രസ് ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ BJP ആണെന്നല്ല, എനിക്ക് എൻ്റേതായ ആദർശവും എൻ്റെ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ഈ പൊതുസമൂഹത്തിൽ നമ്മൾ ചെയ്യുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് 3 രാഷ്ട്രീയ പാർട്ടികൾ അല്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, പൊളിറ്റിക്സ്. എനിക്കൊരു ആദർശമുണ്ട്, എനിക്കൊരു വ്യക്തിത്വമുണ്ട്. അതിലൂന്നി തന്നെയാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നത്. എൻ്റെ ഒരു സ്വകാര്യ സ്പേസിലോട്ട് കയറി വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. തെറ്റാണെന്ന് വെച്ചെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഏത് ഇതും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിവിടെ ഇരുന്നിട്ട് വീഡിയോ കാണുമ്പോൾ മിസ്റ്റർ ഷാജൻസ് കറിയവരെ തെറി കേൾക്കേണ്ട അവസ്ഥ വന്നു. അത് തെറ്റാണോ ശരിയാണെങ്കിൽ ഇവർക്ക് കംപ്ലൈൻറ്റ് കിട്ടുന്നത് നിയമപരമായിട്ട് അവർ നാടൻ മലയാളിക്കെതിരെ കേസ് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അവർ ഇവർക്കെതിരെ കേസ് കൊടുക്കട്ടെ, ഷാജൻസ് കറിയവരെ കേസ് കൊടുക്കട്ടെ. അതല്ലേ എൻ്റെ ശരി? ഇപ്പോൾ കാണുന്ന വ്യക്തികളോട് വന്നിട്ട് തെറി വിളിക്കാനോ അതിലെന്താ ഒരു സീൻ ഉണ്ടാക്കേണ്ട കാര്യം എന്താ? സ്വയം അവർ നാറി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കുക, എനിക്കുണ്ടായ ഒരു അനുഭവം പറയുക എന്നുള്ള കൂടുതൽ. രാഷ്ട്രീയമായിട്ട് ആരും കാണണ്ട. ഇതിൻ്റെ കമൻസിൽ ചിലപ്പോൾ ആരിലൊക്കെ വന്നിട്ട് ഇതിനെതിരായിട്ട് തെറിയൊക്കെ വിളിക്കും. പക്ഷെ ഒരു അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് ഒരു പാർട്ടിയുടെ അപജയത്തിന് കാരണം. നന്ദി.